അതൊക്കെ വ്യാജമല്ലേ. കാരണം നാളെ സണ്ണി ലിയോണെ വെച്ച് ഒരു ലിപ് ലോക്ക് വരെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ല എന്നാ ഉദ്ദേശം? ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. നിങ്ങളുടെ വികാരത്തിന് ഇരയാകുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം അങ്ങനെ ഈ എന്താ പറയാ ടെക്നോളജി വളർന്നു. അതുകൊണ്ട് തന്നെ നാളെ ഹണിറോസിന്റെ ഒപ്പം അല്ലെങ്കിൽ സണ്ണി ലിയോൺ അങ്ങനെയുള്ള വലിയ സ്റ്റാർസിന്റെ ഒപ്പമൊക്കെയുള്ള നെഗറ്റീവ് ഫോട്ടോസ് അറിയാലോ എന്ത് ഫോട്ടോസാ വരുന്നത്. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോസ് വന്നാല് നമ്മളത് നിയമപരമായിട്ട് പോകും. കാരണം സന്തോഷ് വർക്കി ഒരു ആണായോണ്ട് ആ രീതിയിലേ പോയുള്ളൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അത് ഒരു എന്താ പറയാ ഗേ ഇമേജ് അല്ലേ വന്നു. എന്തൊക്കെയാണോ ഈ പറയണത്? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ വെറുക്കാൻ തുടങ്ങിയത് അത് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അതൊക്കെയാണ് പറയാനുള്ളത്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ വേറെയും സിനിമ ഫീൽഡിലുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാർ ഇങ്ങനെ ഉള്ളൊരു ഗോസിപ്പായിട്ട് ഇറക്കുന്നില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇത് വെറും വേസ്റ്റ്.